എന്നും ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ബീഫ് ഫ്രൈ റെസിപ്പി ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഈ വഴറ്റിയെടുക്കുന്നത് സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ഇട്ടാണ് നല്ലതുപോലെ വഴറ്റിയെടുക്കുന്നത്. ഈ കുക്കറിൽ ബീഫാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഈ ബീഫിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇവ ചേർത്താണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഈ ബീഫ് നേരത്തെ വഴറ്റിയ കൂട്ടിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഈ കുരുമുളക് പൊടിയാണ് ഈ ബീഫ് ഫ്രൈയിലെ ഹൈലൈറ്റ്. അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴേക്കും ഒരു സവാള നീളത്തിൽ എരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ ഈ സവാളയെല്ലാം നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. ബീഫെല്ലാം നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ടും വരണം. ഈ ഡ്രൈ ആകുന്ന പരുവമെല്ലാം നമ്മുടെ ഇഷ്ടത്തിനാണ്. ഒത്തിരി ഡ്രൈ ആകണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ബീഫ് ഫ്രൈ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്